നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശ്രീനാദേവി കുഞ്ഞമ്മയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതിൽ MA ഷഹനാസ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെയും ശ്രീനാദേവി കുഞ്ഞമ്മയും വെച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ കമന്റ് ചെയ്യുന്നുണ്ട്. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ഇത്തരം തഴം താഴ്ന്ന രീതിയിലേക്ക് ആണോ പലരും ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നത് എന്ന് പോലും ചോദിക്കുന്നുണ്ട്. നിലവിലുള്ള റേഷൻ കാർഡിൽ നിന്ന് തന്റെ പേര് വെട്ടിയത് നിയമവിരുദ്ധമായിട്ടാണ് എന്നും ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷൻ കോൺഗ്രസ് അംഗമായ ശ്രീനാദേവി കുഞ്ഞമ്മ. റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്തുവെന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അവർ. അടൂർ താലൂക്കിൽ ഏറത്തു പഞ്ചായത്ത് 17-ാം വാർഡിൽ കൊള്ളാശ്ശേരിയിൽ വീട്ടിൽ യശോദ S പിള്ള എന്നയാളുടെ റേഷൻ കാർഡിൽ ശ്രീന വ്യാജമായി പേര് ചേർത്ത് എന്ന് ആരോപിച്ച് മക്കളായ ശ്രീജിത്ത് S പിള്ള, ശ്യാംജിത്ത് S പിള്ള, സജിത്ത് S പിള്ള എന്നിവർ നൽകിയ പരാതിയിലാണ് താലൂക്ക് സപ്ലൈ ഓഫീസർ നടപടി സ്വീകരിച്ചത്. ശ്രീനയുടെ പേര് കാർഡിൽ നിന്ന് നീക്കിയതിന് പിന്നാലെ വിവാദവുമായി. ശ്രീന വ്യാജരേഖ ചമച്ചാണ് കാർഡിൽ കടന്നുകൂടിയത് എന്നായിരുന്നു പരാതി. കൊല്ലം ജില്ലയിൽ പോരുവഴി പഞ്ചായത്തിൽ കമ്പലടി അയണിവേലിയിൽ വീട്ടിൽ താമസക്കാരിയായ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ കാർഡ് ഉപയോഗിച്ച് ഏറത്ത് പഞ്ചായത്ത് 17-ാം വാർഡിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ശ്രീനയുടെ ജില്ലാ പഞ്ചായത്ത് അംഗത്വം റദ്ദാക്കണമെന്നും ആവശ്യം ഉയർന്നിരുന്നു. ശ്രീന വ്യാജരേഖ ചമച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്ന വിവാദം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിനിടയിലാണ് അവർ പ്രതികരിച്ചത്. തന്റെ അമ്മാവൻ KK സോമനാഥൻ പിള്ളയുടെ ഭാര്യയാണ് യശോദ. ഇവർക്ക് 4 മക്കളാണുള്ളത്. അതിൽ ആൺമക്കളാണ് പരാതിക്കാർ. ശ്രീ പാർവതി എന്നൊരു മകൾ കൂടി ഇവർക്കുണ്ട്. വിവാഹം കഴിഞ്ഞ ഭർത്താവിന്റെ ജോലി സ്ഥലത്താണ് ശ്രീ പാർവതി ഇപ്പോൾ ഉള്ളത്. 2014-15 കാലഘട്ടത്തിൽ തന്റെ അമ്മാവന്റെ വീട്ടിൽ താമസം തുടങ്ങി. തുടർന്ന് താനും പാർവതിയും ഒന്നിച്ച് സിവിൽ സർവീസ് പരിശീലനത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് ചേർന്നു. അപ്പോഴും അമ്മാവന്റെ വീട്ടിലാണ് ഇടയ്ക്കിടെ വന്നു താമസിച്ചിരുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയപ്പോഴും പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിരുന്നത്. യുവജന സംഘടനാ ഭാരവാഹിത്വവും പത്തനംതിട്ടയിലായിരുന്നു ഉണ്ടായിരുന്നത്. 2019-ൽ അമ്മാവൻ മരിച്ചു. ഇതിനിടെ യശോദ S പിള്ള അസുഖബാധിതയായി. ആൺമക്കൾ 3 തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ യശോദ ജീവനാംശം കിട്ടാൻ RDOയ്ക്ക് കേസ് കൊടുത്തു. അങ്ങനെ അവർക്ക് ജീവനാംശം ലഭിച്ചു. 2020-ലാണ് ശ്രീനയുടെ പേര് ഇവിടെ റേഷൻ കാർഡിൽ ചേർത്തത്. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് CPI സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അന്ന് ഇതിനു വേണ്ട സഹായം മുഴുവൻ ചെയ്തത് CPI ജില്ലാ നേതൃത്വവും ജില്ലാ സെക്രട്ടറി ആയിരുന്ന AP ജയനുമാണ്. അന്ന് എതിർപക്ഷമായിരുന്ന കോൺഗ്രസ് ശ്രീനയ്ക്കെതിരെ വോട്ടർ പട്ടികയെ ചൊല്ലി കളക്ടർക്ക് പരാതി നൽകി. എന്നാൽ കളക്ടർ ഇത് തള്ളി. അതിനുശേഷം ശ്രീനാദേവിയും ജില്ലാ സെക്രട്ടറി AP ജയനുമായി അസ്വാരസ്യം ഉടലെടുത്തു. ശ്രീന നൽകിയ പരാതിയിന്മേൽ ജയനെതിരെ സംസ്ഥാന നേതൃത്വം നടപടിയെടുത്തു. അദ്ദേഹത്തെ തരം താഴ്ത്തി. ഇതോടെ ശ്രീനയും പാർട്ടിയുമായി നിരന്തരം പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഒടുക്കം ശ്രീന പാർട്ടി അംഗത്വവും ജില്ലാ പഞ്ചായത്ത് അംഗത്വവും രാജിവെച്ചു. കോൺഗ്രസിൽ ചേർന്ന ശ്രീനാദേവി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പള്ളിക്കൽ ഡിവിഷനിൽ മത്സരിച്ച് വിജയിച്ചു. 2024 ഒക്ടോബർ 18-ന് ശ്രീനയുടെ അമ്മാവിയായ യശോദ S പിള്ള മരണമടഞ്ഞു. തനിക്കെതിരെ നൽകിയ പരാതിയിൽ യശോദയുടെ മകൾ അവർ മരിച്ച മാസമായി എഴുതിയിരിക്കുന്നത് ഒക്ടോബറിന് പകരം സെപ്റ്റംബർ എന്നാണ് എന്ന് ശ്രീനാദേവി ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലുള്ള വീടിന്റെയും വസ്തുവിന്റെയും അവകാശം അവരുടെ 4 മക്കൾക്കുമായി നേരത്തെ നൽകിയിരുന്നു. ഇതിൽ മകളായ പാർവതിയുടെ വിഹിതത്തിൽ പകുതി തനിക്ക് എഴുതന്നുവെന്ന് ശ്രീനാദേവി പറഞ്ഞു. ഇതോടെ ഈ വീടിന് ശ്രീനയ്ക്കും അവകാശമായി. ഈ വിവരം അറിഞ്ഞതിന് പിന്നാലെയാണ് തനിക്കെതിരെ നീക്കം തുടങ്ങിയത്. CPI നേതാക്കളാണ് ഇതിന് പിന്നിലെന്ന് ശ്രീന ആരോപിക്കുന്നു. പരാതി ലഭിച്ചതിന് പ്രകാരം താലൂക്ക് സപ്ലൈ ഓഫീസർ ഹിയറിംഗിന് വിളിച്ചു. താനും സാക്ഷികളും ഹാജരായി തെളിവും മൊഴികളും നൽകി. ആ വാർഡിലെ മുൻ അംഗം അടക്കം താൻ അവിടെ താമസക്കാരിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി. എന്നാൽ ഇതെല്ലാം തള്ളിക്കൊണ്ട് CPIക്കാർ കൊണ്ടുവന്ന 2 സാക്ഷികളുടെ മൊഴി പ്രകാരമാണ് താലൂക്ക് സപ്ലൈ ഓഫീസർ തീരുമാനമെടുത്ത തന്റെ പേര് വെട്ടിയത് എന്നാണ് ശ്രീനയുടെ വാദം. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. തനിക്ക് കൂടി അവകാശപ്പെട്ട ഏറത്ത് പഞ്ചായത്തിലെ വീട് ഏതാനും പേർ കയ്യേറി താമസിക്കുകയാണ്. അതിനെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയെന്നും ശ്രീന അറിയിച്ചു.